4 കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് 2 കപ്പ്. ശർക്കര പാനി 2.5 കപ്പ്. ഒരു വലിയ ഉണ്ട ശർക്കര കുറച്ച് വെള്ളത്തിൽ അരിച്ചെടുത്തതാണ്. ചുക്ക്, ജീരക, ഏലക്ക എല്ലാം കൂടെ പൊടിച്ചത് 2 ടീസ്പൂൺ. എടുത്തു വച്ചിരുന്ന അരിപ്പൊടി ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ചെറിയ തീയിൽ വെച്ച് ഇത് വറുത്തെടുക്കാം. അരിയും തേങ്ങയും കൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അരിയുടെയും തേങ്ങയുടെയും മിക്സ് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ വറുത്ത അരിപ്പൊടിയും തേങ്ങയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനി ഒരു കടായിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിത് തിളപ്പിച്ച് ഒരു നൂൽ പരുവാക്കി എടുക്കാം. ശർക്കരപ്പാനി കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചുക്ക്, ജീരക, ഏലക്ക പൊടിച്ചത് എല്ലാം കൂടെ ചേർക്കാം. ശർക്കര പാനി ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരിയും തേങ്ങയും എല്ലാം കൂടെ പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. നമുക്കിതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം ശർക്കര പാനിയിലേക്ക് ചേർക്കാൻ. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചൂടോടെ ഉരുളകളാക്കി എടുക്കാം. ഓരോ ഉരുളയും നമുക്ക് മാറ്റി വെച്ച പൊടിയിലേക്കിട്ട് റോൾ ചെയ്തെടുക്കാം.